ഇന്ന് നമ്മുടെ 114ാമത്തെ എപ്പിസോഡാണ്. ആദ്യമായിട്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അസിസ്റ്റൻ്റ് ഡയറക്ടർ, ഒരു സിനിമയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ പർപ്പസിനെ കുറിച്ചാണ്, അയാളുടെ ജോലികളെക്കുറിച്ചാണ്. അത് ജോലി തന്നെയാണ് കേട്ടോ, അത് ക്രിയേറ്റിവിറ്റി അല്ല. അതിന് മുമ്പ് നന്ദി പറയാനാണ്. ഞാൻ ഈ ഫേസ്ബുക്ക് എനിക്ക് ഇടയ്ക്കൊരു മൈനസ് മാർക്ക് വീണിരുന്നു. ആദ്യമൊന്ന് മെസ്സഞ്ചറിൽ വന്നിരുന്നു, കാരണം ഈ മറ്റേന്ന് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഞാനതിന് 15 ദിവസം ഞാൻ മറുപടി കൊടുത്തില്ല. അതുകൊണ്ട് എനിക്ക് മെസ്സഞ്ചർ ഒരു 24 മണിക്കൂറത്തെ എനിക്ക് ബ്ലോക്കായി. പിന്നെ അത് ഓപ്പണായി. അതിനിപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു 65-70% പേരുടെ ഫേസ്ബുക്കും മൈനസ് ഇത് വീണ് കിടക്കുകയാണ്. ഞാൻ അന്നേരം പ്രോഗ്രാം ചെയ്തത്, ഞാനും മനസ്സൊന്ന് സങ്കടം വന്നായിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ഇന്നലെ എനിക്ക് $3 എൻ്റെ ആദ്യത്തെ എനിക്ക് ഏണിങ്സാണ് എനിക്കത് കിട്ടി. കാരണം ഞാൻ തളർന്നൊന്നുമില്ല, ഞാൻ തുടർന്നു. കാരണം ഒരു ഓൺലൈൻ മാധ്യമമല്ലേ, ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ. മാത്രമല്ല, നിങ്ങൾ വിചാരിക്കരുത്, ഞാൻ സ്റ്റാർ എനിക്ക് അയക്കാനൊക്കെ ഞാൻ റിക്വസ്റ്റ് ചെയ്തു, ഞാൻ ഫോളോ ചെയ്യുമോയെന്ന് ചോദിച്ചു. എനിക്ക് ഒത്തിരി പേര് ഇപ്പോൾ ഫോളോവേഴ്സ് വരുന്നുണ്ട് കേട്ടോ. രണ്ടാമത് എനിക്ക് അതിന് നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. അതെനിക്ക് വരുമാനം ഉണ്ടാകുന്ന മാർഗ്ഗമൊന്നുമല്ല ഫോളോവേഴ്സ്. പക്ഷേ എനിക്ക് ഫോളോവേഴ്സ് 10,000 ആകണമല്ലോ. രണ്ടാമത് എനിക്ക് 2 പേര് സ്റ്റാർസ് തന്നു. അങ്ങനെ എനിക്ക് മൊത്തം ഒരു $3 എനിക്ക് ഇന്നലെ എൻ്റെ അക്കൗണ്ടിലല്ല എനിക്ക് കിട്ടി, ഫേസ്ബുക്ക് മുഖാന്തരം. ഞാൻ ഈ ഓരോ എപ്പിസോഡൊക്കെ ചെയ്യുമ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ചുമ്മാ അങ്ങോട്ട് പറയാമെന്ന് അല്ല. ഏകദേശം ഒരു 80% ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയറാണ്. കാരണം ഞാനതേക്കുറിച്ച് പഠനം നടത്തിയിട്ടാണ്, ഞാനതേക്കുറിച്ച് വിചിന്തനം ചെയ്തിട്ടാണ്. പിന്നെ ഞാൻ പ്രീ പ്ലാനല്ല ഇപ്പോൾ പറയുന്ന എപ്പിസോഡും. കാരണം ഞാൻ അപ്പോൾ തോന്നുന്നത് ഞാൻ പറയുകയാണ്. കാരണം എനിക്ക് അനുഭവ പാഠങ്ങളാണ് എൻ്റെ, അതുകൊണ്ടാണ്. എനിക്ക് 2 സ്റ്റാർസ് അയച്ച 2 പേരോടും, എനിക്ക് വിജയനോടും ഷാജിയോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളോട് ഫേസ്ബുക്കിനെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, മ്യൂസിക് എങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് അതെനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കിയത് മിനിഞ്ഞാന്നാണ്. അത് അടുത്ത എപ്പിസോഡിൽ പറയാം. നമ്മളിപ്പം പറഞ്ഞ അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ പർപ്പസിനെ കുറിച്ച് ഞാൻ പറയാം. ഒരു സിനിമയിലോ സീരിയലിലോ ഒരു ഷോർട്ട് ഫിലിമിലോ എന്തിലും ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഡയറക്ടർ എന്ന് പറയുന്ന ആളുടെ ക്രിയേറ്റിവിറ്റിയാണ്. ആ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജോലിഭാരമാണ്. പ്രീ പ്രൊഡക്ഷൻ തൊട്ട് പ്രീ ഷൂട്ട് തൊട്ട് ഭയങ്കരമായിട്ട് സ്ക്രിപ്റ്റ്, ആർട്ടിസ്റ്റ് കാസ്റ്റിംഗ്, ഇങ്ങനെയൊക്കെ ആരുടെ സഹായം അദ്ദേഹത്തിന് കിട്ടിയാലും അതിലെന്തെങ്കിലും ഒരു ആർട്ടിസ്റ്റ് കാസ്റ്റിങ്ങിൽ പോലും ഒരു കോസ്റ്റ്യൂം ചേഞ്ച്, അതിൽ പോലും ഒരു ഫാൾട്ട് പറ്റിയാലും ഡയറക്ടർ തലയിലേ വരുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ മഹാസമുദ്രം എന്ന് പറഞ്ഞ ചിത്രത്തിൽ മോഹൻലാൽ സാറ് ഫുട്ബോൾ കളിക്കുന്നിടത്ത് ഒരു കുഞ്ഞ് ഷോർട്സാണ് ഇട്ടിരിക്കുന്നത്. സത്യം ഇച്ചിരി നല്ലത് കൊടുക്കാമായിരുന്നു. അത് ആ സെറ്റ് ചർച്ച ഉണ്ടായതാണ്. ലാൽ സാർ അത് അംഗീകരിക്കുകയും ചെയ്തു. ആ സമയത്ത് വേറൊരു ഷോർട്സിന് വേണ്ടി പോയി അത്രയും പ്രൊഡ്യൂസറുടെ പൈസ പോകും. അപ്പോൾ അതുകൊണ്ട് അത് പക്ഷേ ആ ചെറിയ ഇറക്കം കുറഞ്ഞ ഷോർട്സ് അല്ല ഇരുന്നുള്ളത് ഫുട്ബോളിൻ്റെ ബനിയനും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. അപ്പോൾ പക്ഷേ ഈ ഡയറക്ടറുടെ പടം വിജയിച്ചാലും ഡയറക്ടർക്കാണ് ഗുണം, പിന്നെ ആർട്ടിസ്റ്റിനും അതുപോലെ തന്നെ പൊളിഞ്ഞാലും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള മെൻ്റൽ സ്ട്രെയിൻ കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറെ. ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ക്ലാപ്പ് തൊട്ടുണ്ട്. ഫസ്റ്റ് അസിസ്റ്റൻ്റ് ഉണ്ട്, സെക്കൻഡ് അസിസ്റ്റൻ്റ് ഉണ്ട്, തേർഡ് അസിസ്റ്റൻ്റ് ഉണ്ട്, അപ്രൻറ്റീസ് ഉണ്ട്. അപ്രൻറ്റീസ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പഠിക്കാൻ വരുന്നവർ, അവർ ക്ലാപ്പ് പോലും അപ്പോൾ അവരുടെ കിട്ടുകയില്ല. അവരൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞാൽ 150 തൊട്ട് 350 തൊട്ട് 600 തൊട്ട് ചിലപ്പം 30 പേര് തൊട്ട് 15 പേര് വരെയുള്ള സെറ്റിൽ എങ്ങനെ ഈ വയറുകൾ, ഈ ലൈറ്റിൻ്റെ വയറുകൾ ഒക്കെ തട്ടി വീഴാതിരിക്കും എന്നൊക്കെ പഠിക്കാൻ, അതാണ് ആവശ്യം. 1-2 വർക്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് അസിസ്റ്റൻ്റ് ആകാം. ലാസ്റ്റ് അസിസ്റ്റൻ്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതായത് സ്ക്രിപ്റ്റിൻ്റെ നേരത്തെ സ്ക്രിപ്റ്റും ഇന്ന് ഷൂട്ട് ചെയ്യേണ്ട ഒരു 3 സീനാണെങ്കിൽ അതിൻ്റെ എല്ലാ സീനുകളുടെയും മുകളിൽ അതിൻ്റെ സീൻ 8 ഷൂട്ട് ചെയ്യുന്നെങ്കിൽ 7ൻ്റെ ഒരു ഉപസംക്രമം ചെറുതായിട്ട് മുകളിൽ എഴുതും. എന്നിട്ട് 9ൻ്റെ
ലാസ്റ്റ് ആ സീനിൻ്റെ ഇതിൽ എഴുതും. കാരണം നമ്മൾ എടുക്കുന്ന ചിലപ്പോൾ 8-ാം സീനും 17-ാം സീനും 35-ാം സീനും അങ്ങനെ ആയിരിക്കും എടുത്തുകൊണ്ട് എല്ലാ സീനും കൂടെ വാരി വലിച്ച് അന്നത്തെ ഷൂട്ടിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ തലത്തെ സീൻ എങ്ങനെയാണ് എന്നറിഞ്ഞാൽ ഡയറക്ടർക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ജോലികളൊക്കെയാണ് അത്. ഫസ്റ്റ് അസിസ്റ്റൻറ്റും സെക്കൻഡ് അസിസ്റ്റൻറ്റും ഒക്കെ പറഞ്ഞു തരും. അത് അവർക്ക് എക്സ്പീരിയൻസ് കാണുമല്ലോ. അങ്ങനെ ഒരു ഇത്. കാരണം അത്ര ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് കട്ട് ചെയ്യണമെങ്കിൽ എൻഡിൽ എന്തെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ ഒരു സീൻ കട്ട് ചെയ്തിട്ട് അവിടെ നിന്നായിരിക്കും സോങ് തുടങ്ങുന്നത്. ഒരു സോങ് തുടങ്ങുന്ന ഒരു സീനിൻ്റെ ഒരു സംഘടനത്തിൻ്റെ ഒടുവിൽ സോങ് തുടങ്ങുകയാണെങ്കിൽ അത് അടുത്ത സോങ്ങാണെന്ന് അറിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ ഈ എങ്ങനെയാണ് ആ ഷോട്ട് കട്ട് ചെയ്തത് സോങ്ങിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്ക് പോകുന്നത് എങ്ങനെയാണ് ആ ഷോട്ട് എൻഡ് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ജോലികളാണ്. പിന്നെ നമ്മൾ പോയി ആർട്ടിസ്റ്റിനെ വിളിച്ചുകൊണ്ട് വരേണ്ടത് ലാസ്റ്റ് അസിസ്റ്റൻ്റാണ്. ആർട്ടിസ്റ്റ് കൃത്യമായി മേക്കപ്പ് ഇടിക്കാൻ വേറൊരു അസിസ്റ്റൻ്റ് പോകും. മേക്കപ്പ് ഇടാൻ പറയും. അവരോട് അടുത്ത സീനിന് മുമ്പേ അവരോടൊക്കെ നേരത്തെ ചുമ്മാ മേക്കപ്പ് ചെയ്ത് വെച്ച് പിന്നെ ടച്ചപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മേക്കപ്പൊക്കെ ചെയ്ത് ഇരിക്കും. രാവിലെ വന്ന് എല്ലാവരും മേക്കപ്പ് ചെയ്യും. ടച്ചപ്പ് ചെയ്യേണ്ട ഒരിതുണ്ട്. കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യേണ്ട. കാരണം നമ്മളിപ്പോൾ പള്ളിയിലച്ഛൻ്റെ ഒരു ഡ്രസ്സായിരിക്കും, കോസ്റ്റ്യൂമായിരിക്കും. അതെടുത്ത് അന്നേരം ഇട്ടുകൊണ്ടോ ഇരിക്കുകയല്ല. കാരണം അത് ചെളി പറ്റും. കാരണം പറഞ്ഞാൽ ഇതൊക്കെ പോയി പിന്നെ ഇലക്കി തേച്ച് 1-2 ജോഡിയേ കാണുള്ളൂ ഒരു പിള്ളേർ വെച്ച്. അപ്പം ആ കോസ്റ്റ്യൂം ചെന്ന് ഇടേണ്ട സമയം അടുത്ത സീനാണ് റെഡി ആയിട്ടിരിക്കാൻ പറയും. അങ്ങനെയാണ് ആ കോസ്റ്റ്യൂം. അങ്ങനെയൊക്കെയുള്ള ജോലികളാണ്. പിന്നെ മേക്കപ്പ് ഇടാൻ പറയുന്നത് സീന് വേറൊരു അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് അസോസിയേറ്റ് അല്ലെങ്കിൽ 2-3 അസോസിയേറ്റ് ഉണ്ടെങ്കിൽ ഒരു അസോസിയേറ്റ് സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയാണ്. അത് മിക്കവാറും എല്ലാ ആർട്ടിസ്റ്റിനും പറഞ്ഞു കൊടുക്കും. പലരും സ്ക്രിപ്റ്റൊന്നും നേരത്തെ വലിയ ആർട്ടിസ്റ്റിനോടല്ല പറയില്ല, കഥാസംഗ്രഹമേ പറയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് ഞാൻ പോലും പറഞ്ഞു കൊടുക്കാറില്ല ഒരു ആർട്ടിസ്റ്റിന്. കാരണം അവർ പ്രീ പ്ലാൻ ചെയ്യും. നമ്മൾ ഒരു മാസം മുമ്പ് കഥ ഒരാളോട് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യും. അതുപോലെ അവർ വന്ന് അഭിനയിക്കുമ്പോൾ നമ്മൾ എത്ര ഷോട്ട് പറഞ്ഞാലും അവരാ മനസ്സിൽ പഠിച്ച് വെച്ചേക്കുന്നേ ചെയ്യത്തുള്ളൂ. കെ ജി ജോർജ് സാറൊന്നും ഒരു കാരണവശാലും ആ സമയത്തല്ലാതെ പറയില്ലായിരുന്നു. അതായത് ഒരു സീന് എടുത്ത് അടുത്ത സീൻ അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് എടുത്തു പോകുള്ളായിരുന്നു. നമ്മൾ അതിൻ്റെ കുറേ ഡയറക്ഷനോ ഒരു സംഭവമുണ്ട്. അതിൻ്റെ ആർട്ടിസ്റ്റ് കോൾ ഷീറ്റ് അനുസരിച്ചും അതിൻ്റെ ചാറ്റിംഗ് അനുസരിച്ചും പല സീനുകളാണല്ലോ എടുക്കുന്നത്. കെ ജി ജോർജ് സാർ അങ്ങനെയൊക്കെ എടുക്കുന്ന ആളാണ്. കണ്ടിന്യൂസ് എടുത്തു പോകുള്ളൂ. അതിൻ്റെ ഫ്ലോ കിട്ടാമെന്ന് പറഞ്ഞാൽ അതൊക്കെ ചുമ്മാതെ. അപ്പോൾ ഇതൊക്കെയാണ് അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ മെയിനായിട്ടുള്ള ഇത്. പിന്നെ ഒരു ലാസ്റ്റ് അസിസ്റ്റൻ്റ് ആകുമ്പോൾ തന്നെ അറിയാം ഇവന് ഫീൽഡിൽ നിൽക്കാൻ പറ്റുമോ എന്ന്. കാരണം അവർക്കൊക്കെ മനസ്സിലാവും. കാരണം അതിൻ്റെ ഇടപെടലിൻ്റെ സ്വഭാവത്തിൻ്റെ ആത്മാർത്ഥതയുടെയും പാഷനാണ് ഏറ്റവും വലുത്. അങ്ങനെയുള്ളവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അല്ലാതെ എന്തിനും വേണ്ടി എങ്ങനെ സിനിമ എടുക്കുന്നവരുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞല്ലോ, ചുമ്മാ 5-6 സിനിമ എടുത്തേച്ച് ഒന്നും അല്ലാതെ പോയവരുണ്ട്. അവർ ഈ തൈടയ്ക്കൊക്കെ കൂട്ടിക്കുന്നതുകൊണ്ടാണ്. കാരണം അതിൻ്റെ ഇടയ്ക്ക് അതിന് പോവുമോ ഒരു നല്ല കഥ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുമോ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരും. നല്ല രീതിയിൽ ഞാൻ തന്നെ പറഞ്ഞില്ല, എനിക്ക് സ്വന്തമായിട്ട് കുറേ പൈസ സമ്പാദിക്കാനിരിക്കുകയാണ്. കാരണം ആരുടെയും ഇടപെടലില്ലാതെ എനിക്കൊരു വർക്ക് ചെയ്യണം. ഒരു 2 മണിക്കൂർ ലെങ്തുള്ള ഒരു മൊബൈൽ ഫിലിം തന്നെയാണ്. ഞാനത് ചെയ്യും. അപ്പോൾ അത് എൻ്റെ പൈസയ്ക്ക് ഞാൻ ചെയ്യുള്ളൂ. ഞാൻ അതുകൊണ്ട് ആരോടും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാനും പറഞ്ഞില്ല. ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ വരച്ച വരെ നമ്മൾ നിർത്തും. എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? എല്ലാം ഏകദേശം ഞാൻ പറഞ്ഞല്ലോ, ഒരു നായികയുടെ കുറവേ ഉള്ളൂ. ഞാൻ ആ കുട്ടിയെ പോയി കണ്ടു, സംസാരിച്ചു, എൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചു. അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയ ഒരു കുട്ടിയാണ്. 1-2 വർക്ക് ഹീറോയിനായിട്ട് ചെയ്തിട്ടുണ്ട്. പരസ്യത്തിൽ അതിൻ്റെ റെമ്യൂണറേഷനും ഞാൻ പറഞ്ഞ് സംസാരിച്ചെല്ലാം ചെയ്തു വെച്ചേക്കാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ളതെല്ലാം ജെൻസാണ്. പിന്നെ ഒരു വല്യമ്മ ക്യാരക്ടറുണ്ട്, അതും സംസാരിച്ച് വെച്ചു. ബാക്കിയെല്ലാം ജെൻസാണ്. അതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാവുന്നുള്ളൂ. നായകനായിട്ടില്ല ഒക്കെ. അപ്പം ക്യാഷും കൂടെ ഉണ്ടാകണം. ഫുൾ ക്യാഷും അതിൻ്റെ അധികവും നമ്മുടെ കൈ വേണം. നിസ്സാര ചിലവിൽ വരുന്ന. അപ്പം അങ്ങനെയൊക്കെ ഉള്ള. അപ്പം ഇതിന് നമ്മൾ മെൻ്റൽ സ്ട്രെയിൻ കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ശാരീരിക സ്ട്രെയിൻ ആയിരിക്കും അദ്ദേഹത്തിന്. അദ്ദേഹം ചിലപ്പോൾ രാത്രി 1 മണിക്ക് ഉറങ്ങിയിട്ട് 4 മണിക്ക് എണീക്കുന്ന ഒരവസ്ഥയായിരിക്കും. നമ്മൾ വിചാരിക്കേണ്ട ഒരു ഡയറക്ടർ സുഖമായിട്ട് കിടന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ മാനേജർ വന്ന് കൊട്ടുമ്പോഴല്ലേ അദ്ദേഹം എണീക്കുന്നത്. ഉറങ്ങുന്നു ആ സമയത്തായിരിക്കില്ല. അതുകൊണ്ട് ആ സ്ട്രെയിൻ കുറയ്ക്കുക എന്നുള്ളത്. ഇത്രയൊക്കെയാണ് പ്രാഥമികമായിട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിനുള്ളത്. പിന്നെ സ്ക്രിപ്റ്റ് കയ്യിൽ വെച്ചേക്കുന്നതൊക്കെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സാണ്. അടുത്ത സീൻ ചോദിക്കുമ്പോൾ അതങ്ങനെ കൊടുക്കുക എന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. മാത്രമല്ല ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിരിക്കും അതിൽ കോസ്റ്റ്യൂം നോക്കുന്നത്. ആൾ കോസ്റ്റ്യൂം മാത്രമേ നോക്കുകയുള്ളൂ. കാരണം അതിൽ ചേഞ്ച് വരാൻ പറ്റില്ല. ഞാനൊരു സിനിമയെ കണ്ടിട്ടുണ്ട്. കാരണം വിജയകാന്തിൻ്റെ തൊട്ടടുത്ത സീനിൽ കോസ്റ്റ്യൂം കറക്റ്റ് അടിച്ചു. കാരണം അത് അസിസ്റ്റൻ്റ് ഡയറക്ടർ ശ്രദ്ധിക്കാത്തതാണ്, ഡയറക്ടറും ശ്രദ്ധിച്ചില്ല. കാരണം ആ മുമ്പത്തെ സീൻ ചെയ്തതിന് 10 ദിവസം കഴിഞ്ഞായിരിക്കും മറ്റേ സീൻ ചെയ്തത്. കോസ്റ്റ്യൂമൊക്കെ ഓരോ നമ്പറുണ്ട് ഓരോ കോസ്റ്റ്യൂമിന്.
ഞാൻ നമ്പർ നോട്ട് ചെയ്ത് വെക്കാം. അത് കോസ്റ്റ്യൂമറോട് പറഞ്ഞാൽ മതി, കോസ്റ്റ്യൂമർ അത് ചെയ്തോളും. നമ്മൾ അസിസ്റ്റൻ്റായിട്ടാണ് അതിൻ്റെ ഫോട്ടോ ഇന്നൊക്കെ ആണെങ്കിൽ നമുക്ക് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് നോക്കാം ഇന്ന സീനിൽ ഇന്ന കോസ്റ്റ്യൂമാണെന്ന്. പിന്നെ അതുപോലെ തന്നെ മേക്കപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ ആർട്ട് പ്രോപ്പർട്ടി ആർട്ട് ലിസ്റ്റെല്ലാം നമ്മൾ തലേദിവസമോ 2 ദിവസം മുമ്പ് കൊടുത്തിരിക്കും. ആർട്ടിനോട് ഇന്ന അടുത്ത് ഇന്നാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു അസിസ്റ്റൻറ്റ് പറയും, അവിടെ ആർട്ട് പ്രോപ്പർട്ടി ഇന്ന സെറ്റ് ചെയ്യണം, ഇന്നാണ് സീനിൻ്റെ സിറ്റുവേഷൻ എന്ന് ആർട്ട് ഡയറക്ടറോട് പറയാം. നേരത്തെ പറഞ്ഞിരിക്കും ഇന്ന സംഭവമാണ് കേട്ടോ ഇതിനകത്ത്. എന്തെങ്കിലും എസ്പെഷ്യലി സാധനങ്ങളുണ്ടെങ്കിൽ, പഴയ കാലത്ത് ഒരു ഫോണാണ് ആവശ്യമെങ്കിൽ, പഴയ ഒരു ഫോട്ടോ ആണ് ആവശ്യം, അതൊക്കെ അവിടെ അപ്പോൾ അവരെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ 1 കോടി രൂപ 10 ലക്ഷം രൂപയാണ് ഒരു ദിവസം മുടക്കുന്നതെങ്കിൽ നമ്മൾ 10 മണിക്കൂറേ ഷൂട്ടിങ് നടക്കുകയുള്ളൂ. 1 മണിക്കൂർ ചിലവ് 1 ലക്ഷം രൂപയാണ്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ട് 1 മണിക്കൂർ ലേറ്റ് ആയാൽ പ്രൊഡ്യൂസറുടെ 1 ലക്ഷം രൂപ വെറുതെ വേസ്റ്റായി പോകും. ആ സമയത്ത് ഷൂട്ട് ചെയ്യേണ്ട സംഭവമാണ്. അതിനകത്ത് മേക്കപ്പ് ചെയ്യേണ്ടതും ആർട്ട് ചെയ്യേണ്ടതും എല്ലാം സിനിമയുടെ ആവശ്യങ്ങളാണ്. അതുകൊണ്ട് അതിന് സ്പെൻഡ് ചെയ്യാം നമുക്ക്. അത് എത്രമാത്രം അങ്ങനെയാണ് അതിൻ്റെ ഗുണകരമായ. അതിന് നമ്മൾ സ്ട്രെയിൻ കുറയ്ക്കുക എന്നുള്ളതാണ്. കോസ്റ്റ്യൂമിൻ്റെ കാര്യം, മേക്കപ്പ്, ആർട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യേണ്ട അസിസ്റ്റൻസാണ്. പിന്നെ ആർക്കും ടെൻഷൻ ഉണ്ടാക്കാതെ കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്കി പ്രൊഡക്ഷൻ്റെ അവരൊക്കെ നോക്കിക്കോളും, ഫുഡിൻ്റെ കാര്യങ്ങളുമൊക്കെ. ഇത്രയൊക്കെയാണ് ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് മ്യൂസിക് എങ്ങനെ നിങ്ങൾക്ക് ഫ്രീ മ്യൂസിക് എത്രമാത്രം നിങ്ങൾ യാതൊന്നും പാട്ടും വലിച്ചു വാരിയൊന്നും ഇട്ട് നിങ്ങൾ ചെയ്യാതെ എന്തുകൊണ്ട് ഫേസ്ബുക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. കോപ്പിറൈറ്റ് ഇല്ലാത്ത ആയിരക്കണക്കിന് മ്യൂസിക് കിട്ടുമെന്ന് ഞാനേ മിനിങ്ങാന്നാട്ടൊക്കെ കണ്ടുപിടിച്ച്. ഞാൻ ഒരുപാട് പൈസ മുടക്കി ഒരുപാട് സ്ട്രെയിൻ എടുത്ത് ഒരുപാട് അലഞ്ഞും ചെയ്യുന്നതാണ്. എനിക്ക് ഇന്നലെ അങ്ങനെ ഒരു $3 കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയൊരു ആദ്യത്തെ എൻ്റെ വരുമാനമാണ് ഇതിൽ നിന്ന്. ഞാൻ പലയിടത്തും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്നത് മാത്രം നോക്കണ്ട. നമുക്കൊരു സമൂഹത്തിൻ്റെ പറയാൻ നമുക്ക് തന്നെ ഡിജിറ്റൽ ക്രിയേറ്റർ അങ്ങനെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാനൊക്കെ ഉള്ളൂ. എൻ്റെ ഇതിൽ വന്നിട്ടുള്ള പബ്ലിക് ഫിഗർ എന്നും പറഞ്ഞ് ഫേസ്ബുക്ക് തന്നെ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അവർക്കറിയാം അതൊക്കെ. അത് പബ്ലിക് വലിയ ഫിഗർ ആയതുകൊണ്ടല്ല, എൻ്റെ മുഖം എല്ലാവരും കാണുന്നതുകൊണ്ടാണ്. ഡെയിലി 1000 പേരെങ്കിലും ഏറ്റവും കുറവ് കാണുന്നുള്ളതുകൊണ്ടാണ് അത് കിട്ടുന്നത്. അതുപോലെ എനിക്കിതിൻ്റെ പേരിൽ ഈ ഒരാഴ്ചക്കകം എനിക്ക് ഒരു ഇംഗ്ലീഷ് ഒരു ചെറിയ പരസ്യത്തിൻ്റെ സ്ക്രിപ്റ്റ് പകർത്തി കൊടുക്കാൻ എനിക്ക് ചെറിയൊരു എമൗണ്ടിൽ കിട്ടി. അത് ഈ ഫേസ്ബുക്ക് മുഖേന യൂട്യൂബ് മുഖേനയാണ് എനിക്ക് കിട്ടുന്നത്. രണ്ടാമത് എനിക്കൊരു ഒരു കടയുടെ ഒരു സംഭവം കിട്ടി, പരസ്യം. അതിന് വേണ്ടിയും കിട്ടിയ ഒരു ചെറിയൊരു എമൗണ്ട്. ഇതൊക്കെ നമുക്ക് വേറെ ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. നമുക്ക് മാത്രമല്ല വേറെ ഗുണങ്ങളായി ഇതിൽ നിന്ന് കിട്ടും. നമ്മളത് ഇതായിട്ടിരിക്കുക. ഞാൻ കുറേ ആൾക്കാരോട് പറഞ്ഞു മ്യൂസിക് റൈറ്റ്സ് ഉള്ളത് ഇടുന്നത്. വീണ്ടും അവരത് കാണുന്നത് മ്യൂസിക് കോപ്പി റൈറ്റ് ഉള്ളത് ഇടുക. വഴിയെ കൂടെ പോകുന്ന മരം ഇതൊക്കെ ഷൂട്ട് ചെയ്യുക. അവർക്ക് ഏണിങ്സൊക്കെ വരും. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക.